ഊരിപ്പിക്കും ഞാൻ. പിന്നെ ഏൽക്കാതെ ഇത് പടർന്നങ്ങ് കത്തും. നമുക്ക് നോക്കാം താലി ഊരാൻ പറയുമ്പോ ദേവിക എന്താ പറയുന്നേന്ന്. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ദേവിക താലി ഊരോ ഇല്ലയോ? എന്റെ പാർവതി, ഇതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് നീ എന്തിനാ വാശി പിടിക്കുന്നേ? ഇത് സമാധാനമായിട്ട് ആലോചിച്ച് ചെയ്താ പോരെ. പോരാ. കല്യാണം ഉറപ്പിച്ച പെണ്ണ ദേവിക. പിന്നെ എന്തിനാ എന്റെ മോന്റെ താലി കഴുത്തിലിട്ടോണ്ട് നടക്കുന്നേ? ഊരാ മടിയുണ്ടാവുന്നേ. ദേവികയ്ക്ക് മടിയുണ്ടെങ്കിലേ ഞാനൂരാ. നീ എന്തേ കാണിക്കും? എന്റെ താലി തുടങ്ങാൻ ആരെയും സമ്മതിക്കില്ല. കണ്ടോ കണ്ടോ ഇവളുടെ അഹങ്കാരം. എന്റെ മോന്റെ താലി കഴുത്തിലിട്ടോണ്ട് എന്തായാലും സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ ദേവിക വാശി പിടിക്കുന്നേ? നീയല്ലേ വാശി പിടിക്കുന്ന പാർവതി? ആവശ്യമില്ലാത്തൊരു വിഷയ നീ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഈ കഴുത്തി കിടക്കുന്ന താലി ഊരിയാൽ എന്താ, ഊരിയില്ലെന്താ? അത് ഊരണം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. പാർവതി, ഇത് നിന്റെ പിടിവാശിയ. ദേവിക മോള് തീരുമാനിക്കട്ടെ എന്ത് വേണോന്ന്. നീ അതിനകത്ത് ഇടപെടണ്ട. മനോഹരേട്ടൻ എന്തിനാ എപ്പോഴും ദേവികയുടെ വശത്ത് മാത്രം നിൽക്കുന്നേ? ഇവള് ചെയ്യുന്നത് ശരിയാണെന്ന് മനോഹരേട്ടന് തോന്നുന്നുണ്ടോ? ശരിയല്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? ദേവിക മോളും സിദ്ധുവും കൂടെ തീരുമാനിക്കട്ടെ എന്ത് വേണോന്ന്. മോള് സിദ്ധുവായിട്ടൊന്ന് സംസാരിക്കും. സിദ്ധുവിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാ മോൾ അങ്ങനെ ചെയ്യും. അപ്പോ എന്റെ അഭിപ്രായത്തിന് ഈ വീട്ടിൽ ഒരു വിലയില്ലേ? എന്റെ പൊന്ന് പാർവതി, അങ്ങനെ ആരേലും പറഞ്ഞോ? നീ മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നേ. ഇതൊന്നും ശരിയല്ല. അല്ലെങ്കിൽ മനോഹരേട്ടൻ ഇങ്ങനെയാ, ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരാ. എന്റെ പാർവതി, തീരുമാനം ഞാൻ പറഞ്ഞല്ലോ. ദേവിക മോളും സിദ്ധുവും കൂടെ തീരുമാനിക്കും താലി ഊരണോ വേണ്ടയോ എന്ന്. നമ്മൾ ഇതിനകത്ത് ഇടപെടണം. നീ എനിക്ക് കുടിക്കാൻ കടുപ്പത്തിലൊരു കട്ടൻ കാപ്പി എടുത്തുണ്ടോ? ചെല്ലേ. ജോറ് സാറാണല്ലോ. ഹലോ ജോറ് സാറേ. കണ്ണീരാറ്റിൽ ചാഞ്ചാടി എങ്ങോ പോകും മൺതോണി, ഒരു യാത്ര മുറിയും പറയാതെ തനിയേ ഇന്നെൻ്റെ നെഞ്ചിലെ തീയിൽ വീണു പണ്ടത്തെ സ്വപ്നങ്ങൾ വെണ്ണീറായി. മോളിതെങ്ങോട്ടാ? ഒന്ന് വീട് വരെ പോണം ചേച്ചിയമ്മ. ഇവിടെ കല്യാണ തിരക്കൊക്കെ തുടങ്ങാൻ പോവല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ ഇനി എവിടെയെങ്കിലുമൊക്കെ പോവാൻ പറ്റൂ. അപ്പോ അതിനു മുൻപൊന്ന് പോയി വരാന്ന് കരുതി. വേഗം വരില്ലേ? വരും. സിദ്ധു, നീയും കൂടി ചെല്ലേ. എങ്ങോട്ട്? ചന്ദ്രമോളുടെ കൂടെ. അവക്ക് വീട് വരെ ഒന്ന് പോണോന്ന്. അത് എനിക്ക് എന്താ വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ? ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ തനിച്ച് പോയിട്ട് വരാം. വേറൊന്നുമല്ല, ദേവിക ഒന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെനിക്ക് പോണം. എന്നാ അത് മുടക്കണ്ട. എന്താ മുടക്കിയാല്? അവളോട് വേറൊരു ദിവസം കാണാന്ന് പറ. അല്ലെങ്കിൽ തന്നെ എന്താ ഇത്ര കാണാൻ? കല്യാണം കഴിഞ്ഞ് കെട്ടി എഴുന്നള്ളി ഇങ്ങോട്ടല്ലേ വരുന്നത്? എന്താ ചേച്ചിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന? കല്യാണത്തിന് മുൻപ് കാണാനും സംസാരിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ? അതൊക്കെയല്ലേ ഒരു ത്രില്ല്. സിദ്ധുട്ട എന്റെ കൂടെ വരണ്ട. അല്ലെങ്കിലും ഇനി ഞാനല്ലല്ലോ, ദേവിക ചേച്ചിയല്ലേ സിദ്ധുവിന്റെ ജീവിതത്തിലെ നായിക.
ദേവിക ചേച്ചിക്ക് വേണ്ടിയായിരിക്കണം ഇനി സിദ്ധോട്ടൻ ജീവിക്കേണ്ടത്. മറ്റാരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാവാനേ സമ്മതിക്കരുത്. അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. ഞാനങ്ങനെ പറയൂ ചേച്ചിമ്മേ? എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ, വന്നിട്ട് കാണാം. സിദ്ധേട്ട, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ മീറ്റിംഗ് സിദ്ധേട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ശരി ചേച്ചിയമ്മേ. അയ്യോ പാവം, നിന്നെ ഒരുപാട് ആഗ്രഹിച്ചതാ. കിട്ടില്ലെന്ന് കണ്ടപ്പോ ഒരു ദേഷ്യം കൂടാതെ മാറി തന്നത് കണ്ടോ? അതാടാ തറവാടിത്തം. എനിക്കൊരു സംശയം. ഇനി സ്വാമിയായിരിക്കും ആ റീത്ത് ഇവിടെ കൊണ്ടുവച്ചത്? സ്വാമിയോ? അതെ, കുറച്ച് ദിവസമായിട്ട് സ്വാമി അസ്വസ്ഥനാണല്ലോ. ഈ വീട് തിരിച്ചു പിടിച്ച പിന്നെ സ്വാമിക്ക് ഇത്ര സന്തോഷം പോരാ. എന്നാലും ഇങ്ങനെ ചെയ്യൂ? ഒന്ന് ചോദിച്ചാലോ? സാറ് ഡാഡി ഉണ്ടെങ്കിൽ എന്താ? എനിക്ക് തോന്നുന്ന സംശയം ഞാൻ ചോദിച്ചിരിക്കും. നിങ്ങൾ വാ വാ. ആരായിരിക്കും സ്വാമി ഈ റീത്തിന് പിന്നിൽ? സംശയം എന്താ സാറേ? തങ്കച്ചി തന്നെയായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞല്ലേ അവരായിട്ട് ഉടക്കുമ്പം സൂക്ഷിക്കണം. കേട്ടില്ലല്ലോ? അവര് വിചാരിച്ചാലേ പലതും നടക്കും സാറേ. അങ്ങനെ നടക്കുന്ന അറിയിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ഇത്. തീർത്ത് പറയാൻ വരട്ടെ, ഞങ്ങൾക്ക് സ്വാമിയെ സംശയമുണ്ട്. ഞാനോ? എന്തുകൊണ്ടായിക്കൂടാ? ഒരു സംഭവം നടന്നാ എല്ലാരെയും സംശയിക്കണം. എന്താ സാറേ ഇത് കുറച്ച് കൂടിപ്പോയല്ലോ. സ്വാമി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാൻ വരട്ടെ. കുറച്ച് ദിവസമായിട്ട് സ്വാമിക്ക് നമ്മളോടൊക്കെ എന്തോ ഒരു നീരസമുണ്ട്. ഡാഡിയുടെ അടുത്ത് പോലും ഉണ്ടത്. ആ നീരസം ഇങ്ങനെ തീർത്തതാണെങ്കിലോ? ഒരിക്കലുമില്ല. സ്വാമി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ് സ്വാമി. എത്ര കാലത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കുക പോലുമില്ല. സാറിന് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ കൊടുക്കും. പക്ഷെ ഇതുപോലുള്ള തെമ്മാടിത്തരൊന്നും ഞാൻ ചെയ്യില്ല. എന്തോ എനിക്ക് സ്വാമിയെ സംശയമുണ്ട്. തങ്കച്ചിയ മേഡം ഇതിന്റെ പിന്നില്. അധികം വൈകാതെ മേഡത്തിന് അത് മനസ്സിലാവും ചെയ്യും. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. സീതാലക്ഷ്മി ആകാനാണ് സാധ്യത. അവർക്കാണല്ലോ എന്നോട് പക. ഇതൊരു സൂചനയാണ്. അവർ ചെയ്യാൻ പോകുന്നത് പിന്നെ വരൂ. അതെ, അതെന്തായിരിക്കും എന്നുള്ള പേടിയിലാണ്.